എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ വില്ലന്റെ ശിങ്കടികള് അവരാണെങ്കിൽ സബ്മറീൻസ് അങ്ങനെ കൊണ്ടുവന്ന് ആ പാറയിൽ ആഞ്ഞെട്ടിപ്പിക്കും. ഇടിക്കുന്ന ശബ്ദം കേൾക്കുമ്പോഴായിരിക്കും നമ്മുടെ ആൾക്കാർ തിരിഞ്ഞു നോക്കുക. നമ്മുടെ ആൾക്കാർക്ക് പിടികിട്ടും ആ വില്ലന്മാർ വീണ്ടും അവരെ കണ്ടെത്തിയെന്ന്. ഇവരെങ്ങനെ നമ്മൾ ഇത്ര ദൂരേക്ക് വന്നിട്ടും നമ്മളെ കണ്ടെത്തി, എന്തെങ്കിലും ഉടനെ ചെയ്യണമെന്ന് പറഞ്ഞ് സാഞ്ചി സോറയാണെങ്കിൽ വരുന്ന സബ്മറീൻസ് എല്ലാം തന്നെ അറ്റാക്ക് ചെയ്യാനായിട്ട് ആരംഭിക്കും. പാൻ ആണെങ്കിൽ കയ്യിലുണ്ടായിരുന്ന വലിയ പാൻ അത് വെച്ച് അറഞ്ചം പൊറഞ്ചം സബ്മറീൻസിനെ ദൂരേക്ക് അട്ടിച്ച് തെറിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ആൾക്കാർ കാര്യമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോഴായിരിക്കും ആ മെയിൻ വില്ലൻ അവന്റെ സബ്മറീനിൽ അവിടേക്ക് വരിക. അവന്റെ വളഞ്ഞ കൈകൾ പുറത്തേക്കിട്ട് അവനിപ്പോ സ്റ്റൈലായിട്ട് ആ സബ്മറീനിൽ കയറി നിൽക്കും. എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, എന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടില്ല. കഴിഞ്ഞ തവണ നിങ്ങൾ രക്ഷപ്പെട്ടു, ഇത്തവണ നിങ്ങളെ കൊണ്ടതാവില്ല. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ. ഇത്രയും ദൂരേക്ക് വന്നിട്ടും ഇവനെങ്ങനെ കറക്റ്റ് ആയിട്ട് ട്രാക്ക് ചെയ്ത് നമ്മുടെ അടുത്തെത്തി. അപ്പോഴായിരിക്കും ആ വില്ലൻ അവൻ ആ വിബ്രു കാർഡെടുത്ത് കാണിച്ചു കൊടുക്കുക. ആക്ച്വലി അതിന്റെ ഒരു പീസ് അവൻ നമ്മുടെ ആൾക്കാരുടെ കപ്പലില് ഒരു കത്തിയിൽ എറിഞ്ഞിരുന്നു. അതിനെ ഫോളോ ചെയ്താണ് അവനിപ്പോ ഇവിടേക്ക് എത്തിയത്. വില്ലനാണെങ്കിൽ പൊട്ടിച്ചിരിക്കും. അതിനുശേഷം വീണ്ടും അവന്റെ അസിസ്റ്റൻസിനെ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യും. റോബിനും സാഞ്ചിയും സോറോയും അങ്ങനെ എല്ലാവരും അവരുടെ സബ്മറീൻസ് തല്ലി തകർക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ലില്ലിയുടെ പപ്പ ആളാണെങ്കിൽ വലിയ പാൻ എടുത്ത് ആ മെയിൻ വില്ലനെ ആഞ്ഞടിക്കും. ടോപ്പർ ആണെങ്കിൽ ടെൻഷനായി നോ എന്ന് നിലവിളിക്കും. പക്ഷെ ആളത് മൈൻഡ് പോലും ചെയ്യാതെ അവനെ ആഞ്ഞടിക്കും. പക്ഷെ ആ വില്ലൻ അവനൊരു നിസ്സാരക്കാരനായ വില്ലനല്ല. അവൻ അവന്റെ ബോഡി അയൺ പവറാക്കി മാറ്റി. പാൻ വന്ന് അടിച്ച അടിയിൽ അവനൊരു പോറല് പോലും ഏൽക്കില്ല. പക്ഷേ നമ്മുടെ ഡാഡി ആളുടെ ബോഡി ആണെങ്കിൽ വീക്കാവും. അത് കണ്ട് ലില്ലിക്കാണെങ്കിൽ വെറുതെ ഇരിക്കാനാവില്ല. അവൾ ഫോർക്ക് എടുത്ത് ആ വില്ലനെ പിടിച്ചു വലിച്ച് ആളുടെ ബോഡിയിൽ കുത്തിയിറക്കാൻ ശ്രമിക്കും. പക്ഷെ വില്ലൻ എടുത്തു ചാടി ആ ഫോർക്കിലൂടെ ഓടി വന്ന് അവളുടെ വയറ്റിൽ ആഞ്ഞെട്ടിക്കും. അവളാണെങ്കിൽ ഭാഗ്യത്തിന് തെറിച്ചുപോയി ഉസോപ്പിന്റെ ക്യാപ്പില് അങ്ങനെ ലാൻഡ് ആവും. മറ്റൊരു ഭാഗത്ത് വില്ലൻ അവനിപ്പോ ലില്ലിയുടെ പപ്പയെ എയിം ചെയ്ത് ആളെ ഇട്ടിക്കാനായിട്ട് ചാടി വരാണ്. അവൻ പപ്പയുടെ ക്ലോസ് എത്തി ആള് ഇട്ടിക്കാൻ ശ്രമിക്കുമ്പോഴായിരിക്കും വീഴാണ് അവന്റെ ദേഹത്തൊരു ചവിട്ട്. മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ ലൂഫി. ചവിട്ട് കിട്ടിയ ആ വില്ലൻ ഇപ്പൊ 1 കിലോമീറ്റർ ദൂരെ ചെന്ന് വീഴും. അവൻ ദേഷ്യപ്പെട്ട് പറയും, ഓ നീ വീണ്ടും വന്നു അല്ലേ, എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ നിന്നെ ഞാൻ തന്നെ കൊല്ലണം. സോ നിന്നെയും ഇപ്പൊ ഇവിടെ വെച്ച് ഞാൻ കൊല്ലൂന്ന് പറഞ്ഞ് അവൻ ലൂഫിക്ക് നേരെ ചാടി എഴുന്നേക്കും. ലൂഫി ആണെങ്കിൽ അവൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ അറഞ്ചം പൊറഞ്ചം ഒരുപാട് കൈകൾ ഉപയോഗിച്ച് അവൻ ആഞ്ഞെട്ടിക്കും. പക്ഷെ വില്ലനാണെങ്കിൽ ഇപ്പൊ ഫുൾ പവറിലാണ്. അവൻ ലൂഫിയുടെ ഓരോ പഞ്ചും തട്ടി മാറ്റും. അതിനുശേഷം ആഡ്ലിംഗ് പവർ ഉപയോഗിച്ച് അങ്ങനെ കറങ്ങി വന്ന് ലൂഫിയെ കാലേ വാരി നിലത്തൊരൊറ്റ അട്ടി. ലൂഫി ആണെങ്കിൽ എങ്ങനെയൊക്കെയോ എഴുന്നേറ്റ് വീണ്ടും അവന്റെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. ചുറ്റുമുള്ള നമ്മുടെ ആൾക്കാർക്ക് ഭയങ്കര ടെൻഷൻ. കാരണം ലൂഫിയുടെ ഹോക്കി പവർ അത് അവന്റെ നേർക്ക് ഫലിക്കുന്നില്ല. അവന്റെ അയൺ ബോഡിയിൽ ലൂഫിയുടെ ഹോക്കി പവർ പ്രത്യേകിച്ച് ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല. വില്ലനാണെങ്കിൽ വീണ്ടും വീണ്ടും ലൂഫിയെ തന്നെ വിടാതെ ഫോക്കസ് ചെയ്ത് അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവന്റെ ഓരോ അറ്റാക്കിൽ നിന്നും തലനാരിഴയ്ക്ക് ലൂഫി രക്ഷപ്പെടും. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ആരും പ്രതീക്ഷിക്കാതെ ആ ആട് അതിപ്പോ ലൂഫിയെ ഷൂട്ട് ചെയ്യും. ബുള്ളറ്റ് കറക്റ്റ് ആയിട്ട് ലൂഫിയുടെ ബോഡിയിൽ പതിച്ച് അവൻ അടുത്തുണ്ടായിരുന്ന ഒരു പാറയിൽ പോയി സ്റ്റിക്കറായിട്ട് നിൽക്കും. ലൂഫിയുടെ അവസ്ഥ കണ്ട് വില്ലൻ പൊട്ടിച്ചിരിക്കും. ആക്ച്വലി ആ ആടിന് ഡെവൽ ഫ്രൂട്ടിന്റെ പവർ ഉണ്ട്. അതുകൊണ്ടാണ് ഇത്ര എഫക്റ്റില് ഇതിനെ കൊണ്ട് ഷൂട്ട് ചെയ്യാനായിട്ട് കഴിയുന്നത്. വില്ലനാണെങ്കിൽ കാലി അടങ്ങാതെ ലൂഫിയെ വീണ്ടും ഇടിച്ച് അവനങ്ങനെ ഉയർത്തിയെടുക്കും. ഡാഡി അത് കണ്ട് നിലവിളിച്ച് വില്ലനെ അടിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ ആടാണെങ്കിൽ ഇപ്പൊ ഡാഡിയെ അച്ചരം പൊച്ചരം ഷൂട്ട് ചെയ്യും. ഇവിടെ ലില്ലി നടക്കുന്ന എല്ലാം കണ്ട് ഉസോപ്പിനോട് പറയും, നീ എന്നെ കറക്റ്റ് ആയിട്ട് ആ വില്ലന്റെ വായിലേക്ക് അടിച്ച് തെറിപ്പിക്കണം. ഞാൻ ചെറിയ സൈസില് അവന്റെ ബോഡിയിലേക്ക് പോയി വലുതായി അവനെ പൊട്ടിത്തെറിപ്പിച്ച് കൊല്ലും. ഉസോപ്പ് ആണെങ്കിൽ കറക്റ്റായിട്ട് എയിം ചെയ്ത് ആഞ്ഞടിക്കും. പക്ഷെ വില്ലനാണെങ്കിൽ ഓൾറെഡി അത് കണ്ടു കഴിഞ്ഞു. വില്ലനാണെങ്കിൽ ഇപ്പൊ ലൂഫിയെ പിടിച്ച് അവന്റെ വാ തുറന്നു വെക്കും. അവള് സ്ട്രെയിറ്റ് വന്ന് ലൂഫിയുടെ വയറ്റിലേക്ക് പോകും. അതിനുശേഷം അവൻ ലൂഫി വീണ്ടും താഴേക്കിട്ട് ബാക്കിയുള്ള നമ്മുടെ ആൾക്കാർ അറ്റാക്ക് ചെയ്യാൻ റെഡിയാവും. പക്ഷെ ആ വില്ലനെ പോലും ഷോക്ക് ആക്കിക്കൊണ്ട് ലൂഫി ഇപ്പോ ചാടി എഴുന്നേക്കും. ലൂഫിയുടെ വയറ്റിലുള്ള ലില്ലി പറയും, ലൂഫി നമ്മുടെ പ്ലാൻ അത് ആരംഭിക്കാന്ന് പറഞ്ഞ് അവളുടെ സൈസ് വലുതാക്കും. ലൂഫി ആണെങ്കിൽ ഷോക്കാവും. ഇവൾ എന്താ ചെയ്യണേന്ന് അറിയാതെ അവൻ താഴേക്ക് നോക്കും. അവന്റെ പാൻറ്റൊക്കെ നിക്കറായി മാറി. നമ്മുടെ കുഞ്ഞൻ ലൂഫി ഒരു ജയന്റ് ലൂഫിയായി മാറിക്കഴിഞ്ഞു. ലൂഫിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അവൻ നമ്മുടെ ആൾക്കാരെ നോക്കി, എന്തു പറ്റി, നിങ്ങളെങ്ങനെ ചെറുതായി പോയി? അതിന് ഉസോപ്പാണെങ്കിൽ, ഞങ്ങൾ ചെറുതാവല്ല, നീ വലുതാവാണ് ചെയ്തത്, നീ ഇങ്ങനെ ഒരു മണ്ടനാണല്ലോ എന്ന് പറഞ്ഞ് അവൻ തലയ്ക്ക് കൈ കൊടുക്കും. ഉടനെ ലില്ലിപ്പെണ്ണ് അവളിപ്പോ ലൂഫിയുടെ വയറ്റിലിരുന്ന് പറയും, അതേ ലൂഫി,
നിന്നെ വലുതാക്കിയത് ഞാനാണ്. ലൂഫി അവന്റെ ബോഡിയിലേക്ക് നോക്കും. അവന്റെ ബോഡി ഒരു ജയന്റ് ബോഡി ആയിരിക്കാണ്. ലൂഫിക്കാണെങ്കിൽ അത് കുറച്ച് ഇഷ്ടമാവും. വില്ലനാണെങ്കിൽ അപ്പോഴും വിടാതെ അവന്റെ ആടിനെ ഉപയോഗിച്ച് ലൂഫി അച്ചരം പൊച്ചരം ഷൂട്ട് ചെയ്യും. ലൂഫി ടേൺ ചെയ്ത്, നീ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലേ, എന്റെ ഈ ജയന്റ് ലുക്ക് കണ്ടിട്ട് നിനക്ക് പേടിയൊന്നും തോന്നില്ലേ ചോദിച്ച് അവനെ പിടിച്ചു വലിച്ച് തല്ലി തല്ലി കൊല്ലാനായിട്ട് തുടങ്ങും. പക്ഷെ വില്ലനാണെങ്കിൽ രക്ഷപ്പെട്ട് അവന്റെ സബ്മറീനിലേക്ക് വരും. ലൂഫി സെക്കൻഡ് ഗിയറിലേക്ക് പോയി ഒരുപാട് ഹീറ്റ് അവന്റെ ബോഡിയിൽ നിന്ന് റിലീസ് ചെയ്യും. ലൂഫിയുടെ ചൂട് കാറ്റില് ഇപ്പൊ വില്ലൻ അവൻ വെന്തുരുകാൻ തുടങ്ങും. പക്ഷെ അപ്പോഴും അവന്റെ കോൺഫിഡൻസ് പോയിട്ടുണ്ടാവില്ല. ലൂഫി, നീ വേറൊരു പൈറട്ടാണ്, നിന്നെ കൊണ്ട് ഒരിക്കലും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവൻ അവന്റെ ആടിനെ പിടിച്ചു വലിച്ച് ലൂഫിയെ വീണ്ടും അച്ചറം പൊച്ചറം വെടിവെക്കും. ലൂഫിയുടെ ബോഡിയിൽ ആ വെടിയെല്ലാം കൊള്ളും. പക്ഷെ അവനാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ലൂഫി തേർഡ് ഗിയറിലേക്ക് പോയി മുകളിലേക്ക് എടുത്തു ചാടി ആ വില്ലന്റെ തലയിലേക്ക് ആഞ്ഞു ചവിട്ടും. പാറയൊക്കെ തകർത്ത് ആടും ആ വില്ലനും അവർ രണ്ടുപേരും അങ്ങനെ താഴേക്ക് പോവും. ആ ഒരു പവറിൽ വില്ലനാണെങ്കിൽ കടലിന്റെ അടിത്തട്ടിലേക്ക് പോയി വെള്ളമൊക്കെ കുടിച്ച് ബോധം കെട്ട് മുകളിൽ വന്ന് പൊന്തിക്കിടക്കും. കപ്പലാണെങ്കിൽ ലൂഫിയുടെ അടിയുടെ ഇമ്പാക്റ്റില് ഒരു തവണ അങ്ങനെ വട്ടത്തിൽ കറങ്ങി സ്ട്രെയിറ്റ് വന്ന് നിൽക്കും. ലൂഫിയും ലില്ലിപ്പെണ്ണും അവർ രണ്ടുപേരും ആ ഒരു അറ്റാക്കില് നോർമലായി കഴിഞ്ഞ് കപ്പലിലേക്ക് എത്തിയിരിക്കുകയാണ്. ലൂഫി വീണ്ടും ആവേശത്തില് ഫുഡ് കഴിക്കാനായിട്ട് കപ്പലിലേക്ക് ഇറങ്ങി വരും. അപ്പോഴായിരിക്കും അവൻ കാണുക അവരുടെ ആ ഒരു അറ്റാക്കില് അവര് കളക്ട് ചെയ്ത് വെച്ചിരുന്ന ഫുഡ് ഐറ്റംസ് മുഴുവൻ തകർന്നു പോയി. നാമി പറയും, വിഷമിക്കേണ്ട ആവശ്യമില്ല, ഈ ഫുഡ് അത് നമ്മുടേതായ രീതിയിൽ കുക്ക് ചെയ്ത് അടുത്തുള്ള ഒരു വാൾക്കാനോയിലേക്ക് പോകണം. അവിടെ എത്തിക്കഴിഞ്ഞാൽ ലില്ലിയുടെ ഡാഡി അതൊരു ഡിലീഷ്യസ് ഫുഡാക്കി തരും. പക്ഷെ അതിൽ ഏറ്റവും വലിയൊരു കുഴപ്പം, നമ്മുടെ കയ്യിൽ ഇപ്പോൾ റാഫ്റ്റ് ഇല്ല. റാഫ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ലില്ലിയുടെ പപ്പയെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റൂ. ഉടനെ ഫ്രാങ്കി ആണെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, ഒരു അടിപൊളി റാഫ്റ്റ് അദ്ദേഹത്തിന് ഞാൻ ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയും. സെക്കൻഡുകൾ കൊണ്ട് നമ്മുടെ ഫ്രാങ്കി ആണെങ്കിൽ ആൾക്കൊരു റാഫ്റ്റ് ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ അവർ ഹാപ്പിയായി ഇപ്പോൾ ഒരു വോൾക്കാനോ ലക്ഷ്യമാക്കി പോകും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത അല്പസമയം കഴിയുമ്പോൾ ആ നേവിക്കാരൻ മൊമോഗെ ആൻഡ് ടീം അവരിപ്പോ ആ മെയിൻ വില്ലനെയും ബാക്കിയുള്ള വില്ലന്മാരെയും അവരുടെ സബ്മറീൻസ് എല്ലാം കണ്ടെത്തും. അവനാണെങ്കിൽ ഇപ്പൊ ആ മെയിൻ വില്ലന്റെ അടുത്തേക്ക് വരും. അവന് ബോധമുണ്ട്. മൊമോഗ അവനോട് പറയും, നീ ഞങ്ങളുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി, മാത്രമല്ല ഞങ്ങൾ അറ്റാക്ക് ചെയ്തു. സോ നിന്നെയും കൂട്ടി ഞാൻ ഇമ്പിൾ ടവറിലേക്ക് പോവാണ്. അതിനവൻ പറയും, അതിന്റെ ആവശ്യമൊന്നുമില്ല, നിനക്കെന്നെ പണിഷ് ചെയ്യണമെങ്കിൽ ഇവിടെ വെച്ച് എന്നെ കൊന്നുകള, അവിടേക്ക് പോയി നരകിച്ച് ചാവാൻ എനിക്കാവില്ല. പക്ഷെ അവനാണെങ്കിൽ അതൊന്നും കേൾക്കാതെ ആ വില്ലനുമായിട്ട് ഇമ്പിൾ ടവറിലേക്ക് പോവും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇവിടെ നമ്മുടെ ആൾക്കാര് ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ്. അവർ കണ്ണിൽ കാണുന്നതും കയ്യിൽ കിട്ടുന്നതുമായിട്ടുള്ള എല്ലാ മീനുകളെയും കളക്ട് ചെയ്യും. ലില്ലിയുടെ പപ്പയാണെങ്കിൽ വലിയൊരു വോൾക്കാനോ കണ്ടെത്തി ആളുടെ പാൻ വെച്ച് അവർ കളക്ട് ചെയ്തിരുന്ന ഫിഷും വെജിറ്റബിൾസും അങ്ങനെ എല്ലാം ഉപയോഗിച്ച് അടിപൊളി വോൾക്കാനോ ഫുഡ് ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഒരു വിധത്തില് ലില്ലിക്ക് അവളുടെ പപ്പയെ തിരികെ കിട്ടി. നമ്മുടെ ആൾക്കാര് വോൾക്കാനോ ഫുഡ് അതും കഴിച്ചു. ലില്ലിയും പപ്പയും ആ റാഫ്റ്റിൽ കയറി നമ്മുടെ ആൾക്കാരുടെ യാത്ര പറഞ്ഞ് പതിയെ മുൻപോട്ടേക്ക് പോവും. കട്ട് ചെയ്ത ഇപ്പോ ഒരു ഐലാൻഡില് കറുത്ത 2 കപ്പൽ കാണിക്കും. ആ കപ്പലുകളുടെ ഉടമയാണ് സാക്ഷാൽ മാസ്റ്റർ ഇസഡ്. ആ ഇസഡും ഐയും അവർ രണ്ടുപേരും അവരുടെ ടീമിലുണ്ടായിരുന്ന റുസോ വില്ലൻ അവനെ ഇമ്പിൾ ടവറിലേക്ക് കൊണ്ടുപോകുന്ന ന്യൂസ് അത് വായിച്ച് ഷോക്കാവും. സെഡ് ആണെങ്കിൽ ഫുൾ കലിപ്പില് ഇപ്പൊ നിലവിളിച്ച് പറയും, ആരൊക്കെ എന്തൊക്കെ ചെയ്താലും നമ്മളെ തളർത്താനാവില്ല. ഇനി കളത്തില് ഞാൻ തന്നെ ഇറങ്ങാൻ പോവാണ്. ഈ ന്യൂ വേൾഡില് ഒരു പൈറട്ട് പോലും ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ് അവനങ്ങനെ കലി കയറി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.